നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നടുവിൽക്കരയിൽ ക്ഷേത്ര ഭണ്ഡാരത്തിന്റെ പൂട്ട് പൊളിച്ച് മോഷണം. ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി BKMU പെരിഞ്ഞനം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സ്വന്തം പെൻഷൻ തുക കൊണ്ട് വിദ്യാലയത്തിലെ സ്മാർട്ട് ക്ലാസ് റൂം നവീകരിച്ച് മുൻ പ്രധാന അധ്യാപികയുടെ നന്മ. വാർത്തകൾ തുടരുന്നു. നടുവിൽക്കരയിൽ ക്ഷേത്ര ഭണ്ഡാരത്തിന്റെ പൂട്ട് പൊളിച്ച് വീണ്ടും കവർച്ച. പുഴയോരത്തെ വന്നേരി കുടുംബക്ഷേത്രത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി മോഷണം നടന്നത്. മതിൽ ചാടി അകത്ത് കയറിയ മോഷ്ടാവ് ക്ഷേത്രത്തിലെ 2 ഭണ്ഡാരങ്ങളാണ് പൊളിച്ച് പണം കവർന്നത്. മോഷ്ടാവ് വരുന്നതും പണം കവർന്നു പോകുന്ന ദൃശ്യവും സമീപം സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഏപ്രിൽ 10-നും അതിനു മുമ്പ് പലതവണയും മോഷണം നടന്നിട്ടും മോഷ്ടാവിനെ കണ്ടെത്താൻ പോലീസിന് സാധ്യമായിട്ടില്ല. മോഷണം വർദ്ധിച്ചതോടെയാണ് ക്ഷേത്രത്തിന് സമീപത്ത് CCTV ക്യാമറ സ്ഥാപിച്ചത്. വാടാനപ്പള്ളി പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നും അന്വേഷണത്തിൽ തികഞ്ഞ അനാസ്ഥയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നും ക്ഷേത്ര ഭാരവാഹികൾ ആരോപിച്ചു. LDF സർക്കാരിന്റെ മദ്യനയത്തിൽ പരമ്പരാഗത കള്ളുചെത്ത് വ്യവസായത്തെ സംരക്ഷിക്കുന്നതിനുള്ള സമഗ്ര പരിപാടികൾ കൂടി ഉൾപ്പെടുത്തണമെന്ന് CPI നാട്ടിക മണ്ഡലം സമ്മേളനം പാസാക്കിയ പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. 4 ദിവസങ്ങളിലായി അന്തിക്കാട് മുറ്റിച്ചൂരിൽ വെച്ച് നടന്ന CPI നാട്ടിക മണ്ഡലം സമ്മേളനം സമാപിച്ചു. സമാപന യോഗത്തിൽ CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ, അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, KP സന്ദീപ്, ഷീന പറയങ്ങാട്ടിൽ, KK പ്രദീപ് എന്നിവർ സംസാരിച്ചു. മണ്ഡലം സെക്രട്ടറിയായി KM കിഷോർ കുമാറിനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി AK അനിൽകുമാറിനെയും തിരഞ്ഞെടുത്തു. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച 50 സ്റ്റീൽ ബെഞ്ചുകൾ ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ചു. ചടങ്ങ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡിന് വേണ്ടി അഭിനന്ദിക്കുകയാണ്. കാരണം ഇതൊരു മാതൃകാപരമായ പ്രവർത്തനമാണ്. തങ്ങളിൽ അർപ്പിതമായ ക്ഷേത്രകാര്യങ്ങളിൽ ക്ഷേത്ര ആചാരാനുഷ്ഠാനങ്ങളും ഉത്സവങ്ങളും നടത്തുക എന്ന ചുമതല മാത്രമല്ല, എന്താണോ ഒരു ക്ഷേത്രത്തിൽ ആവശ്യമുള്ളത്, ഭക്തജനങ്ങൾക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ എന്താണോ ആവശ്യമുള്ളത്, അത് മനസ്സിലാക്കി സ്വമേധയാ അതിന് സന്നദ്ധത പ്രകടിപ്പിക്കുകയും അത് നിർവഹിക്കുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഉപദേശക സമിതികളാണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഉണ്ടാവേണ്ടത് എന്ന് ഇത്തരത്തിൽ ഓർമ്മിപ്പിക്കുക. കാരണം കേരളത്തിലെ ക്ഷേത്രാങ്കണങ്ങൾ അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് അവിടെ കൂടുതൽ ഭക്തജനങ്ങൾ വരുമ്പോൾ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് കേവലം ദേവസ്വം ബോർഡിനെ കൊണ്ട് മാത്രം സാധ്യമാകുന്നതല്ല. ആ ക്ഷേത്ര പരിസരത്തുള്ള ഭക്തജനങ്ങളുടെ കൂടി സഹകരണം. ഉപദേശക സമിതി പ്രസിഡന്റ് രാജൻ പാറയ്ക്കാട്ട് അധ്യക്ഷനായി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ മുഖ്യപ്രഭാഷണം നടത്തി. ഊട്ടുപുരയിൽ ഭക്തജനങ്ങൾക്കായി നിർമ്മിച്ചിരിക്കുന്ന ബെഞ്ചുകൾ ഊട്ടുപുര കൂടുതൽ ആകർഷകവും സൗകര്യപ്രദവും വൃത്തിയുള്ളതും ആക്കുന്നതോടൊപ്പം ക്ഷേത്രത്തിൽ തിരക്കനുഭവപ്പെടുന്ന സന്ദർഭങ്ങളിൽ വൃദ്ധരും അവശരുമായ ഭക്തജനങ്ങൾക്ക് ഇരിക്കുന്നതിനു കൂടി ഫലപ്രദമാകുമെന്ന് സമിതി പ്രസിഡന്റ് അറിയിച്ചു. യോഗത്തിൽ ദേവസ്വം ബോർഡ് കമ്മീഷണർ ഉദയകുമാർ, അസിസ്റ്റന്റ് കമ്മീഷണർ മനോജ്, ദേവസ്വം മാനേജർ മനോജ് K നായർ, സമിതി അംഗവും നാട്ടിക പഞ്ചായത്ത് മെമ്പറുമായ CS മണികണ്ഠൻ, ഉപദേശക സമിതി സെക്രട്ടറി B ശശിധരൻ, ട്രഷറർ VR പ്രകാശൻ, ഉപദേശക സമിതി അംഗങ്ങളായ നാരായണൻകുട്ടി, PG സുകുമാരൻ, പുഷ്കരൻ, മണികണ്ഠൻ പടിപ്പുരയ്ക്കൽ എന്നിവർ പങ്കെടുത്തു. ദേവസ്വം മാനേജർ മനോജ് K നായർ ഉപദേശക സമിതി ഭാരവാഹികളിൽ നിന്നും ബെഞ്ചുകൾ ഏറ്റുവാങ്ങി. ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ യോഗം ചേർന്നു. SI PV ഹരിഹരൻ ഉദ്ഘാടനം ചെയ്തു. അവർ നേരിടുന്ന പ്രശ്നങ്ങൾ നേരിടാൻ വേണ്ടിയിട്ടാണ് ഈ പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. കൂടുതലേക്ക് അതായത് നമ്മൾ പഠിച്ചു വരുന്നുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടു നടന്ന് വിദ്യാർത്ഥികളെ നല്ല രീതിയിൽ അവരുടെ പഠന കാര്യങ്ങളിലും മറ്റുള്ള പ്രവർത്തനങ്ങളിലും
കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പ്രിൻസിപ്പൽ PK ശ്രീജേഷ്, പ്രധാന അധ്യാപകൻ KS കിരൺ, അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽ VB സജിത്ത്, SPG കൺവീനർ ബിജു മോഹൻ ബാബു, ഡെപ്യൂട്ടി HM KS ബിന്ദു, സ്റ്റാഫ് സെക്രട്ടറി S പ്രമോദ്, അധ്യാപകരായ ER രാജേഷ്, ഗിരീഷ് TN, സിജിൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നിർധന കുടുംബത്തിന് ഹരിത പ്രവാസി കൂട്ടായ്മയുടെയും ലൈഫ് ഭവന പദ്ധതിയുടെയും ഭാഗമായി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം നടത്തി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി താക്കോൽദാനം നിർവഹിച്ചു. ഹരിത പ്രവാസി ചെയർമാൻ TK ഉബൈദു അധ്യക്ഷത വഹിച്ചു. കൺവീനർ AM അബ്ദുള്ളക്കുട്ടി, KK സക്കറിയ, മഹല്ല് സെക്രട്ടറി KK ഹംസ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, ഹരിത പ്രവാസി അംഗങ്ങളായ അബ്ദുൾ വാഹിദ, ഇക്ബാൽ അഹമ്മദ്, സുലൈമാൻ, നൌഷാദ്, താഹിർ, സയ്യാഫ്, കോർഡിനേറ്റർ TM മൻസൂർ എന്നിവർ സംസാരിച്ചു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാര വിതരണവും നടന്നു. ചടങ്ങിൽ വീടിനായി 3 സെന്റ് സ്ഥലം വിട്ടു നൽകിയ വൈപ്പിപ്പാടത്ത് ബാവൂട്ടിയെ ആദരിച്ചു. നമുക്കറിയാം, ഈ വീട് പല പ്രാവശ്യവും നമ്മൾ ഇതിൽ പോകുമ്പോൾ കാണുകയും ഒട്ടേറെ പേര് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് സർക്കാരിൻ്റെ രീതിയിൽ ആകെ ഉള്ളത് ഇപ്പോൾ ഒരു ലൈഫ് ഭവന പദ്ധതിയാണ്. മറ്റുള്ള രീതിയിൽ ഒരുപാട് ജില്ലാ പഞ്ചായത്ത് അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് PNAY, പ്രധാനമന്ത്രി, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സിസ്റ്റം വഴിക്ക് ഒരുപാട് വീടുകൾ കൊടുക്കാൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് ഈ ഭവന പദ്ധതി എന്ന് പറഞ്ഞ് ലൈഫ് ഭവന പദ്ധതി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഈ പൈസ കിട്ടാനായിട്ട് വൈകിയതിൻ്റെ കാരണം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രാതിനിധ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവിടുത്തെ കൂട്ടായ്മ ചന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി ലോവർ പ്രൈമറി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ KG പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ KM അനിൽ ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ വരെ പാരൻസിൻ്റെ തണലിൽ നല്ല രീതിയിൽ കളിച്ചു വളർന്ന കുട്ടികളാണ്. ഇന്നു മുതൽ ഇവിടെ CHSSലേക്ക് വരുമ്പോൾ പുതിയൊരു വീട്ടിലേക്കാണ് അവർ വരുന്നത്. പഴയ വീട്ടിൽ നിന്നും പുതിയൊരു വീട്ടിലേക്ക് അതിൻ്റേതായ അതേ ഒട്ടും ചോരാത്ത സ്നേഹവും ബഹുമാനവും അതുപോലെ തന്നെ കരുതലുമുള്ള ഒരു സ്ഥാപനത്തിലേക്കാണ് നിങ്ങളുടെ കുട്ടികളെ പറഞ്ഞയക്കുന്നത്. PTA വൈസ് പ്രസിഡന്റ് മുകേഷ് കരയിൽ അധ്യക്ഷനായി. മുൻ മതിലകം BPOയും അക്കാദമിക് എക്സ്പേർട്ട് ആൻഡ് കൗൺസിലർ കൂടിയായ TS സജീവൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രധാന അധ്യാപിക VV അമ്പിളി, LP അഡ്മിനിസ്ട്രേറ്റർ PK അബ്ദുൾ മജീദ്, ഡെപ്യൂട്ടി HM PS സിജിമോൾ, സ്റ്റാഫ് സെക്രട്ടറി PV ഷിൽസ, KG അക്കാദമിക് ഹെഡ് PK റംലാബി, MPTA പ്രസിഡന്റ് ശ്രീജ രജീഷ്, പ്രോഗ്രാം കൺവീനർ NM ലത എന്നിവർ സംസാരിച്ചു. തുടർന്ന് അധ്യാപകരുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. വാർത്തകൾ തുടരും. Ravi Public School, the joy of learning. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ?
അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. കർഷക തൊഴിലാളി യൂണിയൻ BKMU AITUC ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പെരിഞ്ഞനം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കർഷക തൊഴിലാളികൾക്ക് സമഗ്രമായ ദേശീയ നിയമനം നടപ്പിലാക്കുക, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 6000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, ജാതി സെൻസസ് നടപ്പാക്കുക, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സ്വകാര്യ മേഖലയിൽ സംവരണം നടപ്പാക്കുക, തൊഴിലുറപ്പ് പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം CPI മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ ഉദ്ഘാടനം ചെയ്തു. BKMU മണ്ഡലം പ്രസിഡന്റ് NS ഗോപി അധ്യക്ഷനായി. പ്രസിഡന്റ് KC ശിവരാമൻ, AITUC മണ്ഡലം സെക്രട്ടറി PK റഫീഖ്, സാറാബി ഉമ്മർ, ഗീത പ്രസാദ്, ഷിഹാബ് കാവുങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു. CB അബ്ദുൾ സമദ്, PK ഷാജു, AK ശ്യാമള, നജീറ നൂറുദ്ദീൻ, TS രാജു, VV ജയൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. സംഭാവന നൽകിയിട്ടുള്ള ഒരു വിഭാഗമാണ് ഈ തൊഴിലാളികൾ. നമ്മുടെ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളെ തീറ്റിപ്പോറ്റുന്നതിന് വേണ്ടി മണ്ണിലും ചെളിയിലും ചേറിലുമൊക്കെ തന്നെ തൻ്റെ ആയുഷ്കാലം മുഴുവൻ ഈ രാജ്യത്തിന് വേണ്ടി മണ്ണിൽ പണിയെടുക്കുന്ന കർഷക തൊഴിലാളികളെ ഈ BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് മുതൽ കർഷക തൊഴിലാളികളുടെ എല്ലാ ആനുകൂല്യങ്ങളും തടയുകയാണ്. കർഷക തൊഴിലാളികളോട് ശത്രുതാ സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് BJP ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ എത്രയോ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ മണ്ണിൽ നിവർന്നു നിൽക്കാനുള്ള ഒരു തന്റേടവും ആർജവവും ശക്തിയും ഈ കർഷക തൊഴിലാളികൾക്കുണ്ടായത്. എത്രയോ സമര പോരാട്ടങ്ങൾ ഈ തൊഴിലാളികൾ രാജ്യത്ത് നടത്തിയിട്ടുണ്ട്. സ്വന്തം പെൻഷൻ തുക ഉപയോഗപ്പെടുത്തി താൻ ജോലി ചെയ്തിരുന്ന വിദ്യാലയത്തിലെ സ്മാർട്ട് ക്ലാസ് റൂം നവീകരിച്ച് മാതൃകയായി മുൻ പ്രധാന അധ്യാപിക.
സ്കൂൾ അറ്റകുറ്റപ്പണികൾക്കും നവീകരണത്തിനും പ്രയാസപ്പെടുന്ന വാടാനപ്പള്ളി തൃത്തല്ലൂർ UP സ്കൂളിലെ തന്റെ സഹപ്രവർത്തകരെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങിയ മുൻ പ്രധാന അധ്യാപിക CP ഷീജ ടീച്ചറാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി സ്മാർട്ട് ക്ലാസ് റൂം നവീകരിച്ചു നൽകിയത്. നവീകരിച്ച സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം മുൻ പ്രധാനാധ്യാപിക CP ഷീജ നിർവഹിച്ചു. പ്രധാനാധ്യാപിക KG റാണി അധ്യക്ഷത വഹിച്ചു. ദേശീയ അധ്യാപക പുരസ്കാര ജേതാവ് KS ദീപൻ മുഖ്യപ്രഭാഷണം നടത്തി. NK വിജയൻ മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. PTA വൈസ് പ്രസിഡന്റ് സനിത സുരേഷ്, SRG കൺവീനർ PV ശ്രീജ മൗസ്മി, MPTA പ്രസിഡന്റ് രജനി, NS നിഷ, KS ഷിന, V ഉഷാകുമാരി, PK ഷീബ, AH ഷാഹിന, BAV നിഷ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കാളമുറി മസ്ജിദ് മുബാറക്കിൽ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ഈദ് സൗഹൃദ സംഗമം നടത്തി. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് മുനീർ വരന്തരപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. മതവിഭാഗങ്ങൾക്കിടയിൽ സ്നേഹവും സൗഹൃദവും ഊട്ടിയുറപ്പിക്കേണ്ടതിന്റെ അനിവാര്യത ഈദ് സന്ദേശത്തിൽ കൂട്ടിച്ചേർത്തു. കളമുറി മഹല്ല് സെക്രട്ടറി PV ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. MM റഹീമ പ്രാർത്ഥന നിർവഹിച്ചു. ജമാഅത്തെ ഇസ്ലാമി യൂണിറ്റ് പ്രസിഡന്റ് PS ജമാൽ മുഹമ്മദ്, തണൽ സെക്രട്ടറി PM ഉസ്മാൻ, പ്രഭാകരൻ തോണിപ്പറമ്പിൽ, സുരേഷ് കൊച്ചുവീട്ടിൽ, റസാഖ് പുതിയ വീട്ടിൽ, MD സുരേഷ്, CJ പോൾസൺ, PV സുദീപ്, സുരേന്ദ്രൻ, CJ സെയ്ദ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. മഹാപ്രവാചകനാണ് പ്രവാചകൻ ഇബ്രാഹിം എന്നുള്ളത്. തന്റെ ഇണയെയും തന്റെ കുഞ്ഞിനെയും മക്കയിലെ ആരോരുമില്ലാത്ത പ്രദേശത്ത് കൊണ്ടുചെന്നാക്കിയിട്ട്, അങ്ങനെ ദൈവകൽപ്പന പ്രകാരം കൊണ്ടുചെന്നാക്കിയിട്ട് തിരിച്ചു വരുമ്പോ ഇബ്രാഹിം നബി നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹവും പ്രാർത്ഥനയുമായി ഇന്ന് നിലകൊള്ളുന്നത്. അദ്ദേഹം അവിടെ നിന്ന് പ്രാർത്ഥിച്ചത് റബ്ബി അൽഹാദനി ബലദ ആമിന എന്നാണ്. പടച്ചതമ്പുരാനെ, ഈ നാടിനെ നീ സുരക്ഷിതത്വം നിലകൊള്ളുന്ന നാടാക്കി മാറ്റണമേ. JCI തൃപ്രയാറും ലേഡി JC വിങ്ങും ചേർന്ന് സംഘടിപ്പിച്ച വിദ്യാരംഭം പദ്ധതിയുടെ ഭാഗമായി ചൂലൂർ യോഗിനിമാത ബാലികാ സദനത്തിലെ 30 കുട്ടികൾക്ക് പുതിയ സ്കൂൾ ബാഗുകൾ വിതരണം ചെയ്തു. പരിപാടിയിൽ JCI തൃപ്രയാർ പ്രസിഡന്റ് കൃഷ്ണ, ലേഡി JC ചെയർപേഴ്സൺ അഞ്ജലി ഹരി, PK ഹരി, ഹരി ജയറാം, JJ ചെയർപേഴ്സൺ കരിഷ്മ, ആയുഷ് ഹരി, JCI സെനറ്റർ ധന്യ ഷൈൻ തുടങ്ങിയവർ പങ്കെടുത്തു. റീടാറിംഗിനായി പൊളിച്ച പെരിങ്ങോട്ടുകര കൂർക്കപ്പറമ്പ് നഗർ തേവർ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധ സമരം നടത്തി. പ്രതിഷേധ യോഗം അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷനായി. കോൺഗ്രസ് നേതാക്കളായ ആൻഡോ തൊറയൻ, ബെന്നി തട്ടിൽ, മിനി ജോസ്, KN വേണുഗോപാൽ, EM ബഷീർ, നിസാർ കുമ്മങ്കണ്ടത്ത്, ഗ്രീന പ്രേമൻ, ഗോപാലകൃഷ്ണൻ, ലൂയിസ് താണിക്കൽ എന്നിവർ സംസാരിച്ചു. അജയൻ പറവത്ത്, പ്രമോദ് കണിമംഗലത്ത്, അഷറഫ് താന്യം, ഹബീബുള്ള പട്ടാട്ട് എന്നിവർ നേതൃത്വം നൽകി. തളിക്കുളം പുളിപ്പറമ്പിൽ ശ്രീ ഭഗവതി ചാത്തൻ സ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവവും വിഷ്ണുമായ സ്വാമിയുടെ നടപ്പുര സമർപ്പണവും നടന്നു. മഹാഗണപതി ഹോമം, ഉഷപൂജ, കലശപൂജ, കലശാഭിഷേകം, ഉച്ചപൂജ, ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട്, വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല എന്നിവ നടന്നു. തുടർന്ന് പുളിപ്പറമ്പിൽ വിഷ്ണുമായ ടീമിന്റെ തിരുവാതിരക്കളിയും അരങ്ങേറി. ക്ഷേത്രത്തിലെ വിഷ്ണുമായ സ്വാമിയുടെ നടപ്പുരയുടെ ഉദ്ഘാടനം ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ നിർവഹിച്ചു. അതുപോലെ തന്നെ ഇവിടെ ഇന്നത്തെ ഭഗവതിയുടെ പ്രതിഷ്ഠാപനം കൂടിയാണ്. രണ്ടും പൂർത്തിയാർന്നു വരുന്നൊരു നല്ല ദിവസം തന്നെ തിരഞ്ഞെടുത്തത്. അതിൻ്റെ ഐശ്വര്യവും അഭിവൃദ്ധിയൊക്കെ വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ കുടുംബ ആരാധനാ സമ്പ്രദായങ്ങളൊക്കെ പുരാതനമായിട്ടുള്ള സങ്കല്പങ്ങളും ഉച്ചാരാധനകളൊക്കെയാണ്. നമ്മൾ ദ്രാവിഡ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ആരാധനാ രീതികളാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ഏറ്റവും പഴയ ഏറ്റവും പാരമ്പര്യമുള്ള സംസ്കാരവുമായിട്ട് ഏറ്റവും കലർന്നു നിൽക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ക്ഷേത്രം പ്രസിഡന്റ് PS ഗണേശൻ, സെക്രട്ടറി PS കിഷോർ, ട്രഷറർ PS കണ്ണൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. സ്വാമി
ഇനി കാണാം വിദ്യാലയങ്ങളിലൂടെ 8ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാര നിറവിൽ വിദ്യാലയങ്ങൾ. മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന്റെ കീഴിൽ സ്ഥാപിതമായ ഈ വിദ്യാലയം പഴമക്കാർക്കിടയിൽ ഇപ്പോഴും അറിയപ്പെടുന്നത് ബോർഡ് സ്കൂൾ എന്ന പേരിലാണ്. ബോർഡ് തന്നെ സ്ഥലം വാങ്ങി ഓലഷെഡ് കെട്ടി അധ്യയനം ആരംഭിക്കുകയാണ് ചെയ്തത്. 1907 നവംബർ 1 ഈ വിദ്യാലയം സ്ഥാപിതമായത്. 1 മുതൽ 4 വരെയുള്ള പ്രൈമറി വിഭാഗമാണ് ആദ്യം ആരംഭിച്ചത്. വലിയകത്ത് അബ്ബാസ് മുസ്ലിയാരുടെയും മറ്റ് പൗരപ്രമുഖരുടെയും ശ്രമഫലമായിട്ടാണ് ഈ വിദ്യാലയം രൂപമെടുത്തത്. 1957 ഈ വിദ്യാലയം കേരള സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലായി. ആദ്യത്തെ പ്രധാന അധ്യാപകൻ വൈക്കാട്ടിൽ വാസുദേവൻ മാസ്റ്റർ ആയിരുന്നു. പിന്നീട് 1962 UP സ്കൂളായും 1978 ഹൈസ്കൂളായും ഉയർത്തപ്പെട്ടു. ആദ്യത്തെ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ പ്രഭാകരൻ മാസ്റ്റർ ആയിരുന്നു. 2004 വിദ്യാലയത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. ഞാൻ വടാനപ്പള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ കണ്ണൻ ആണ്. ഈ കഴിഞ്ഞ പൊതുപരീക്ഷകളിൽ ഈ വിദ്യാലയം വളരെ ഉജ്ജ്വലമായ വിജയമാണ് നേടിയത്. തുടർച്ചയായി 11ാം വർഷവും 100% വിജയത്തിലെത്തി നിൽക്കുകയാണ് ഞങ്ങൾ. ഏറെ സന്തോഷവും അഭിമാനവും ഉണ്ട്. ഈ അവസരത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് PTA പ്രസിഡന്റ് ഷെരീഫ് അവർകളോടാണ്. മികച്ച PTA, മികച്ച OSA, മികച്ച വികസന സമിതി ഇവരുടെ പ്രവർത്തനം കൊണ്ടുകൂടിയാണ് ഞങ്ങൾക്ക് ഈ വിജയത്തിലെത്താൻ സാധിച്ചിട്ടുള്ളത്. കൂടാതെ ഒരു വിദ്യാലയം സമ്പൂർണ്ണ വിജയത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ നേതൃത്വം എപ്പോഴും ശ്രദ്ധിക്കപ്പെടാറുണ്ട്. പ്രിയങ്കരനായ പ്രിൻസിപ്പൽ കണ്ണൻ സാറിനോടും അതുപോലെ HM ഹനീഫ സാറിനോടുമുള്ള ആദരവും നന്ദിയും പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ട് ഞാനിതിനെ കണക്കാക്കുകയാണ്. എല്ലാ വർഷവും ഞങ്ങളെ അനുമോദിക്കാനായി എത്തുന്ന ഗ്രാമ്യ ചാനലിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. തീർച്ചയായും ഇത് ഞങ്ങൾക്ക് ഒരു പ്രോത്സാഹനം കൂടിയാണെന്ന് അറിയിക്കുന്നു. നന്ദി. നമസ്കാരം, എൻ്റെ പേര് ലിയ ഫർമ. വാടാനപ്പള്ളി തീരദേശത്തെ 121 വർഷത്തെ സേവന പാരമ്പര്യമുള്ള പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമാണ് GHS വാടാനപ്പള്ളി. 11 വർഷമായി ഈ സ്കൂളിന് SSLCക്ക് 100% വിജയമുണ്ട്. ഞാൻ 1ാം ക്ലാസ് മുതൽ ഈ സ്കൂളിലാണ് പഠിക്കുന്നത്. ഇവിടുത്തെ PTA-യുടെയും നാട്ടുകാരുടെയും മികച്ച പിന്തുണ ഈ സ്കൂളിന് ഉണ്ട്. ഇവിടുത്തെ അധ്യാപകരുടെ മികച്ച അധ്യാപനവും മറ്റു സംഘടനകളുടെ സഹായ സഹകരണങ്ങളുമാണ് ഈ വിദ്യാലയത്തെ മികച്ചതാക്കുന്നത്. പ്രശാന്തമായ സ്കൂൾ അന്തരീക്ഷം, അധ്യാപകരുടെ പ്രോത്സാഹനം എന്നിവയാണ് എനിക്ക് ഫുൾ A+ നേടാൻ സഹായിച്ചത്. ഇവിടുത്തെ ടീച്ചർമാർ നമുക്ക് എന്ത് ഡൗട്ട് ചോദിച്ചാലും അതെല്ലാം അവർ ക്ലിയർ ആക്കി തരും. നമുക്ക് സ്പെഷ്യൽ ക്ലാസ് ഒക്കെ വെച്ചിട്ടാണ് അവർ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിരുന്നത്. അത്രയും അവർ ഡെഡിക്കേറ്റഡ് ആയിരുന്നു. ഞങ്ങൾക്ക് ഫുൾ A+ കിട്ടാൻ വേണ്ടിയിട്ട് അവർ അത്രയധികം എഫേർട്ട് എടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് നന്ദി പറയുന്ന ഗ്രാമ്യക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് റാനിയ ഷെരീഫ്. ഞാൻ വാടാനപ്പള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കഴിഞ്ഞ അധ്യയന വർഷത്തിലെ +2 വിദ്യാർത്ഥിനിയാണ്. എനിക്ക് എല്ലാ വിഷയത്തിലും ഫുൾ A+ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്ത എല്ലാ ടീച്ചേഴ്സിനോടും നന്ദി അറിയിക്കുന്നു. പിന്നെ PTA-യുടെ സപ്പോർട്ടും കൂടി ഉണ്ടായിരുന്നു. ടീച്ചേഴ്സ് വീട്ടിലേക്കൊക്കെ വിളിച്ച് എപ്പോഴും പഠിക്കാനൊക്കെ പറയുമായിരുന്നു. പിന്നെ ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരത്തിനോടും നന്ദി അറിയിക്കുന്നു. 1955 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ശിലാസ്ഥാപനം നടത്തിയ നാട്ടിക മണപ്പുറത്തെ ഏക വിദ്യാലയമാണ് തൃത്തല്ലൂർ കമല നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. 1995 വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് അനുമതി ലഭിക്കുകയും 2002 പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശാനുസരണം ഹയർ സെക്കൻഡറി വിദ്യാലയം അനുവദിക്കുകയുമുണ്ടായി. റാങ്ക് സംവിധാനം നിലനിന്നിരുന്ന കാലത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 10ഓളം റാങ്കുകൾ ഈ വിദ്യാലയം സ്വന്തമാക്കിയിട്ടുണ്ട്. 1400-ലധികം വിദ്യാർത്ഥികൾ ഇപ്പോൾ ഇവിടെ അധ്യയനം നടത്തിവരുന്നു. യാത്രാ സൗകര്യത്തിനു വേണ്ടി വിദ്യാലയത്തിന് സ്വന്തമായി തന്നെ വാഹന സൗകര്യമുണ്ട്. കലാകായിക മത്സരത്തിൽ മണപ്പുറത്തെ മികവുറ്റ വിദ്യാലയമായി ഇപ്പോഴും ഈ കലാലയം നിലനിൽക്കുന്നു. മാർച്ച് VHSE റിസൾട്ട് വളരെ സന്തോഷം നൽകുന്ന ഒന്നാണ്.
80 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 78 കുട്ടികളാണ് നല്ല ഉന്നത വിജയം നേടി പാസ്സായത്. അതിൽ 5 കുട്ടികൾക്ക് ഫുൾ A+ ലഭിക്കുകയുണ്ടായി. 3 പേർക്ക് ഒരു വിഷയത്തിൽ A+ നഷ്ടമായതുകൊണ്ടാണ് ഫുൾ A+ നഷ്ടമായത്. വളരെ വിജയ ശതമാനം കൊണ്ടും വളരെ നല്ല ഒരു വിജയമാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. 2 ഗ്രൂപ്പിന് 100%, ഒരു ഗ്രൂപ്പിന് 98%. തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും ഉയർന്ന വിജയ ശതമാനങ്ങളിൽ 4ാം സ്ഥാനം നമ്മുടെ വിദ്യാലയത്തിന് കിട്ടിയത് വളരെയധികം സന്തോഷം നൽകുന്നു. എന്തായിരുന്നാലും ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപകർക്കും സഹപ്രവർത്തകർക്കും വിദ്യാർത്ഥികൾക്കും അവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ മാതാപിതാക്കൾക്കും എല്ലാവിധ ആശംസകളും. വളരെ സന്തോഷം. 2024-25 അധ്യയന വർഷത്തിൽ കമലാ നെഹ്റു ഹൈസ്കൂളിൽ 295 വിദ്യാർത്ഥികൾ SSLC പരീക്ഷ എഴുതി. 34 വിദ്യാർത്ഥികൾക്ക് ഫുൾ A+ കിട്ടി. നല്ലൊരു വിജയമാണ് ഈ കൊല്ലം കരസ്ഥമാക്കിയത്. വളരെ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു സ്കൂളാണ്. ഞങ്ങൾക്ക് അഭിമാനിക്കാവുന്ന നേട്ടമാണ് ഈ വർഷം കൈവരിച്ചത്. ഈ തീരദേശ മേഖലയിലെ മികച്ച നിലവാരത്തിലുള്ള ഒരു സ്കൂളാണ് കമലാ നെഹ്റു സ്കൂൾ. ഏകദേശം 1300ഓളം വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്. SLC VHS വിഭാഗത്തിൽ മികച്ച വിജയമാണ് കാലങ്ങളായി കമലാ നെഹ്റു കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തീരദേശ മേഖലയിലെ ഈ മികച്ച വിദ്യാലയം എന്ന രൂപത്തിൽ തന്നെ ഒട്ടനവധി വിദ്യാർത്ഥികളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. രക്ഷിതാക്കളുടെയും നല്ല സപ്പോർട്ട് നമ്മുടെ കലാലയത്തിനുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുള്ളതും ഒരു സംഭവം എന്ന് വെച്ചാൽ ഗ്രാമ്യ ചാനലിൽ നടത്തുന്ന ഈ പുരസ്കാര ചടങ്ങുകളാണ്. കഴിഞ്ഞ വർഷങ്ങളിലും ഈ ചാനലിൻ്റെ വരിക്കാരായ കുട്ടികളെ ഞങ്ങൾ അറിയിക്കുകയും അവരൊക്കെ തന്നെ ആ ഫംഗ്ഷനിൽ പങ്കെടുത്തുകൊണ്ട് അവർക്ക് വളരെ സന്തോഷകരമായ ഉപഹാരങ്ങളും അതുപോലെ തന്നെ മറ്റെല്ലാവരും ഉപഹാരം കൊടുക്കുമ്പോൾ ഗ്രാമ്യ ചാനൽ ക്യാഷ് അവാർഡ് കൂടി കൊടുത്തുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസത്തിന് പിന്തുണ കൊടുക്കുന്നുള്ളത് ആ ചാനലിനെയും ഞങ്ങൾ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കപ്പെടുകയാണ്. ഞങ്ങളുമായി വളരെ സഹകരിച്ച് നീങ്ങുന്ന ഒരു ചാനലാണ് ഗ്രാമ്യ ചാനൽ എന്നുകൂടി ഞങ്ങൾ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. നമസ്കാരം, ഞാൻ ദിയ MP. ഞാൻ തൃത്തല്ലൂർ കമലാ നെഹ്റു സ്കൂളിലെ ഫുൾ A+ഓടെ +2 പാസ് ഔട്ടായ വിദ്യാർത്ഥിനിയാണ്. ഞങ്ങൾക്ക് ഫുൾ A+ നേടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും വക നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഏത് നേരത്ത് വേണേലും വിളിച്ചു ചോദിച്ചാൽ പോലും ടീച്ചർമാർ നമുക്ക് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് തരാറുണ്ട്. നല്ല ടീച്ചർമാരുടെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഈ ഫുൾ A+ വാങ്ങാൻ പറ്റിയത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കിരൺ. ഞാൻ കമലാ നെഹ്റു വാടാൻപള്ളിയിലെ +2 പാസ്സായിട്ട് +2 ഫുൾ A+ഓടുകൂടി പാസ്സായ വിദ്യാർത്ഥിയാണ്. ഫുൾ A+ കിട്ടുകയെന്ന് പറഞ്ഞാൽ അത്ര വലിയ എളുപ്പം കാര്യമല്ല. പക്ഷേ എല്ലാത്തിനും നമ്മളെ കൂടെ ടീച്ചേഴ്സും ആയാലും പാരൻസ് ആയാലും ഫുൾ സപ്പോർട്ടോട് കൂടി നിന്നു. ഏത് സമയത്ത് വേണമെങ്കിൽ എക്സാമിൻ്റെ തലേദിവസം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ടീച്ചേഴ്സിനോട് ഡൗട്ട് ചോദിക്കാനായാലും എപ്പോൾ ഡൗട്ട് വന്നാൽ നമുക്ക് അതിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഈവനിങ് ക്ലാസ്സസ് ഉണ്ടായി. അപ്പോൾ എന്ത് ഡൗട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന ടീച്ചേഴ്സിനോട് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. നമസ്കാരം, എൻ്റെ പേര് മഞ്ജിമ. ഞാൻ കമലാ നെഹ്റു വാടാൻപള്ളി സ്കൂളിൽ +2 കഴിഞ്ഞ് ഫുൾ A+ഓട് കൂടി പാസ് ഔട്ട് ആയതാണ്. ഞങ്ങൾക്കിവിടെ ടീച്ചേഴ്സായിരുന്നു കൂടുതലും സപ്പോർട്ട്. ലാസ്റ്റ് ടൈമിൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു. എല്ലാവരും ഭയങ്കര സ്പൂൺ ഫീഡ് ചെയ്ത് ചെയ്യണ പോലെയാണ് എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നത്. എനിക്ക് പേഴ്സണലി ടീച്ചർമാരായിരുന്നു കൂടുതലും സപ്പോർട്ട്. അവരുടെ ഒരു പ്രഷറൊക്കെ ഉള്ളതുകൊണ്ടാണ് ലാസ്റ്റ് ടൈമിൽ എനിക്ക് ഒന്ന് പഠിക്കാൻ പറ്റിയത്. പിന്നെ ഈ ഗ്രാമ്യയുടെ ഈ വിദ്യാഭ്യാസ പുരസ്കാരം പാസ് ഔട്ടായ എല്ലാ പിള്ളേർക്കും കൊടുക്കുന്നതിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തി. നമസ്കാരം, എൻ്റെ പേര് നീലാംബരി. കമലാ നെഹ്റു സ്കൂളിലെ 2024-25 അധ്യയന വർഷത്തിലെ SSLC പരീക്ഷയിൽ ഫുൾ A+ ലഭിച്ച ഒരാളാണ് ഞാൻ. ഞങ്ങൾ 34 പേർക്കാണ് ഈ സ്കൂളിൽ ഫുൾ A+ ലഭിച്ചിട്ടുള്ളത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചർമാർ തന്നെയാണ്. നല്ല സപ്പോർട്ടാണ് ഇവിടുത്തെ എല്ലാ ടീച്ചർമാരും. എന്ത് സംശയം ഉണ്ടെങ്കിലും അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് തരാനായിട്ട് ഇവിടുത്തെ ടീച്ചർമാർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ മാനേജ്മെൻ്റ് ആയാലും PT ആയാലും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ റെനി ടീച്ചറായിരുന്നു. നല്ല സപ്പോർട്ടാണ് ടീച്ചർ. എന്ത് കാര്യം ഉണ്ടെങ്കിലും വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ആ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരാൻ ടീച്ചർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് ഈ A+ ലഭിച്ചത്, ഫുൾ A+ ലഭിച്ചത് കൊണ്ട്. ഇതിന്
ഞാൻ ഈ സ്കൂളിനോടും അധ്യാപകരോടും എൻ്റെ പാരൻസിനോടും PTA-കാരോടും എല്ലാവരോടും നന്ദി പറയുന്നു. ഹായ്, ഞാൻ ഹുസ്ന മറിയം. തൃത്തല്ലൂർ കമല നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കഴിഞ്ഞ അധ്യയന വർഷത്തിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. ഇക്കൊല്ലം ഫുൾ A+ നേടി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നല്ലൊരു സന്തോഷം തന്നെയാണ്. കാരണം 34 പേരാണ് ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഇപ്രാവശ്യം ഫുൾ A+ നേടിയിരിക്കുന്നത്. അതിൽ എനിക്ക് വ്യക്തിപരമായിട്ടും എല്ലാ രീതിയിലും നല്ല അഭിമാനവും സന്തോഷവും തോന്നുന്നുണ്ട്. പിന്നെ ഞങ്ങളെ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു സപ്പോർട്ടിംഗ് ആണ്. നമ്മളെ ബാക്ക് ബോൺ ആയിട്ട് എപ്പോഴും എല്ലാ കാര്യത്തിനും, അത് പഠനത്തിൻ്റെ കാര്യത്തിലായാലും പേഴ്സണൽ കാര്യങ്ങളായാലും നമുക്ക് എന്തൊരു ഇതുണ്ടെങ്കിലും തുറന്ന് പറയാനുള്ള ഒരു നമ്മുടെ സെക്കൻഡ് പാരൻറ്റ്, സെക്കൻഡ് മദേഴ്സ്, എന്തായാലും നമ്മൾ എന്താ പറയുക, നമുക്ക് നല്ലൊരു പിന്തുണ നൽകുന്ന ഒരു അധ്യാപകരും നല്ല മാനേജ്മെൻറ്റും ഫ്രണ്ട്സ് ആയാലും എല്ലാവരും നല്ല കമ്പനിയാണ്, നല്ല മോട്ടിവേറ്റിംഗ് ആണ്, നന്നായി അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതേമാതിരി തന്നെ ഞങ്ങൾ നല്ല ഹാർഡ് വർക്കിംഗ് ആണ്. നല്ല പാഷനോട് കൂടിയും ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടും എല്ലാ കാര്യത്തിനേക്കാളും ഒരു ചെറിയ കാര്യമായാലും അവർ നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ട് അതിനെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി നോക്കുന്ന നല്ലൊരു അധ്യാപക സംഘടന തന്നെ ഞങ്ങളുടെ സ്കൂളിലുണ്ട്. അതിലൊക്കെ നന്നായി അഭിമാനം തോന്നുന്നുണ്ട്. ഇനി ഭാവിയിൽ കമല നെഹ്റുവിലത്തെ ഒരു വിദ്യാർത്ഥിയാണ്, അവിടെ നിന്നാണ് പഠിച്ചിറങ്ങണമെന്ന് പറയുമ്പോൾ തന്നെ സമൂഹത്തിൽ നിന്ന് തലയുയർത്തി നടക്കാനുള്ള ഒരു അഭിമാനം, തലയുയർത്തി നടക്കാനുള്ള ഒരു ചാൻസും കൂടി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു പഠിത്തപ്പം തന്നെയാണ്. ഞങ്ങൾക്ക് 34 പേര് ഇവിടുന്ന് ഫുൾ A+ നേടി പോകുമ്പോൾ അവർ സ്വയം നല്ല ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. അതേമാതിരി തന്നെ അവർക്ക് എല്ലാ കാര്യങ്ങളിലും പഠനത്തിനായാലും എല്ലാ മെറ്റീരിയൽസ് ആയാലും എല്ലാം ഞങ്ങൾക്ക് സൗകര്യമാക്കി തരാൻ വേണ്ടിയിട്ട് നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ട് ടീച്ചർമാർ ഞങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അതിനെല്ലാവരോടും നന്ദി പറയാണ്. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് ശ്രീദേവിക നന്ദ. ഞാൻ കമല നെഹ്റു സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞങ്ങളുടെ സ്കൂളിൽ ഇപ്രാവശ്യം 34 പേരാണ് A+ നേടിയത്. അതിൻ്റെ ഓരോ ടീച്ചർമാരും അവരുടെ കഠിനാധ്വാനം, അവരുടെ ആത്മാർത്ഥതയും കൊണ്ടാണ് ഞങ്ങൾക്ക് ഓരോ പേർക്കും A+ കിട്ടിയത്. ഓരോ പരീക്ഷ മാസം ഇങ്ങനെ പഠിച്ചുകൊണ്ട് വന്നാലാണ് ഞങ്ങൾക്ക് ഫൈനൽ എക്സാം ആകുമ്പോഴേക്കിനും ഞങ്ങൾ ഭയങ്കര കോൺഫിഡൻസും നേടിയത്. അത് കാരണമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും A+ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങൾ സ്കൂളിലെ എല്ലാ ടീച്ചർമാരുടെയും കഠിനാധ്വാനവും അവരുടെ ആത്മാർത്ഥതയും കൊണ്ടാണ് ഞങ്ങളുടെ എല്ലാവരും ഇത്രയും നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റിയത് ഞാൻ വിചാരിക്കുന്നു. നന്ദി. നമസ്കാരം, എൻ്റെ പേര് അനിഷേത ബൂക്കർ എന്നാണ്. ഞാൻ ഇവിടെ കമല നെഹ്റു തൃത്തല്ലൂർ സ്കൂളിലാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ഇയർ ഞങ്ങൾക്ക് ഫുൾ A+ ഉണ്ടായി. ഇവിടുന്ന് ഭയങ്കര സപ്പോർട്ടൊക്കെ ആയിരുന്നു. ടീച്ചേഴ്സായാലും പാരൻസ് ആയാലും വീക്കിലായിട്ട് ടെസ്റ്റുകളൊക്കെ നടത്തിയിരുന്നു. അതന്നെ എനിക്ക് എഫക്റ്റ് ആയിട്ടുള്ളത്. വീക്കിലെ ടെസ്റ്റും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ടീച്ചേഴ്സായാലും ഇൻ്റർവ്യൂലായാലും ചെന്ന് സംശയം ചോദിക്കുക, ഭയങ്കര സപ്പോർട്ടാണ്. അതൊക്കെ തന്നെയായിരുന്നു എനിക്ക് എഫക്റ്റ് ആയത്. പിന്നെ പാരൻസ് മീറ്റിംഗ്, പാരൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട്, അതൊക്കെ തന്നെ ആയിരിക്കും. താങ്ക് യു. ഹലോ, എൻ്റെ പേര് റിഷാന. ഫസ്റ്റ് ഓഫ് ഓൾ ഈ സക്സസ്സിന് ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ഈ ഒരു സക്സസ് എനിക്ക് കിട്ടിയത് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ട് മാത്രമല്ല, എൻ്റെ പാരൻസിൻ്റെയും എന്നെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സിൻ്റെയും സപ്പോർട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു നിലയിൽ എത്തിയിട്ടുള്ളത്. സോ എന്നെ ഹെൽപ്പ് ചെയ്ത് എന്നെ ഈ ഒരു സക്സസ്സിലേക്ക് എത്തിച്ച എല്ലാ ടീച്ചേഴ്സിനും, എൻ്റെ പാരൻസിനും, എൻ്റെ ഫ്രണ്ട്സിനും, എല്ലാവർക്കും, എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു താങ്ക് യു ഞാൻ അറിയിക്കുന്നു. ഹായ്, എൻ്റെ പേര് അനുപമ. ഹാർഡ് വർക്ക് എന്നുള്ളൊരു സംഭവം ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് ഇവിടെ എത്തുള്ളൂ. അതിനുള്ളൊരു എക്സാമ്പിൾ തന്നെയാണ് ഞങ്ങളെല്ലാവരും SSLCയിൽ ഫുൾ A+ കിട്ടിയത്. അപ്പോൾ എൻ്റെ പേരൻസിൻ്റെയും എനിക്ക് സപ്പോർട്ടും ടീച്ചർമാരുടെ ഹാർഡ് വർക്കൊക്കെ കൂടിയിട്ടാണ് എനിക്ക് അച്ചീവ്മെൻറ്റ് കിട്ടിയത്. അതിനെല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഹായ്, എൻ്റെ പേര് റാസ്മിത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ 10th ഫുൾ A+ കിട്ടുന്നത്. ബിക്കോസ് ഞാൻ മോഡൽ എക്സാം പോലെ എഴുതിയിട്ടില്ല. പനിയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ടീച്ചർമാരും പാരൻസിൻ്റെ ഒക്കെ സപ്പോർട്ടുള്ള കാരണമാണ് എനിക്ക് ഫുൾ A+ കിട്ടിയത്. സോ എല്ലാവർക്കും താങ്ക് യു. PJMS GHSS കണ്ടശാങ്കടവ് എന്ന ഈ സ്കൂൾ AD 1906 കുറച്ച് പ്രഗത്ഭരായ വ്യക്തികളാണ് സ്ഥാപിച്ചത്. ഈ സ്കൂൾ മണലൂർ ഗ്രാമപഞ്ചായത്തിലെ ആദ്യത്തെയും തൃശൂർ താലൂക്കിലെ രണ്ടാമത്തേതുമായ സ്കൂളാണ്.
സ്വതന്ത്ര കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരിയുടെ സ്മരണാർത്ഥം സ്കൂളിന്റെ പൂർണ്ണനാമം പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ടശാങ്കടവ് എന്നാക്കി. 2 ഏക്കർ ഭൂമിയിലാണ് വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. ഹൈസ്കൂളിന് 7 കെട്ടിടങ്ങളിലായി 18 ക്ലാസ് മുറികളും ഹയർ സെക്കൻഡറിക്ക് 1 കെട്ടിടത്തിലായി 6 ക്ലാസ് മുറികളുമുണ്ട്. അതിവിശാലമായ ഒരു കളിസ്ഥലവും വിദ്യാലയത്തിനുണ്ട്. ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറിക്കും വെവ്വേറെ കമ്പ്യൂട്ടർ ലാബുകളും 2 ലാബുകളിലുമായി ഏകദേശം 40ഓളം കമ്പ്യൂട്ടറുകളുമുണ്ട്. 2 ലാബുകളിലും ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാണ്. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക മെമ്മോറിയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളാണ് അബീദയെ. കഴിഞ്ഞ അധ്യയന വർഷം 2024-25 അധ്യയന വർഷം പഠന പ്രവർത്തനത്തിലും പാഠ്യേതര പ്രവർത്തനത്തിലും മികച്ച വിജയം നമ്മുടെ സ്കൂളിന് കരസ്ഥമാക്കി. ഒട്ടേറെ മികച്ച പ്രകടനം സ്കൂൾ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 5 ഫുൾ A+ഉം 5 വിഷയത്തിന് 3 A+ഉം നേടാനായിട്ട് സാധിച്ചു. ഹൈസ്കൂൾ വിഭാഗത്തിൽ 3 ഫുൾ A+ഉം 9 വിഷയങ്ങൾക്ക് A+, 5 കുട്ടികൾക്ക് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തുടർച്ചയായി 100% വിജയം SLCക്ക് നേടാൻ സാധിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 60%-ഓളം വിജയവും കരസ്ഥമാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ ടീച്ചറാണ്. ഈ സ്കൂൾ പഠന പ്രവർത്തനങ്ങളിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാറുണ്ട്. തുടർച്ചയായി 6ാമത്തെ വർഷമാണ് SSLCക്ക് 100% വിജയം നേടുന്നത്. കഴിഞ്ഞ വർഷം 41 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതിയത്. 3 വിദ്യാർത്ഥികൾക്ക് ഫുൾ A+ഉം 5 വിദ്യാർത്ഥികൾക്ക് 9 A+ഉം നേടുകയുണ്ടായി. അധ്യാപക രക്ഷാകർതൃ സമിതിയുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് മികച്ച വിജയം നേടുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ വിദ്യാലയം ഒരു സർക്കാർ വിദ്യാലയമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഈ വിദ്യാലയത്തിൽ പഠിക്കുന്ന ഏറെക്കുറെ കുട്ടികളും സാധാരണക്കാരായ ആ മക്കളുടെ കുട്ടികളാണ് നമ്മുടെ വിദ്യാലയത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനേലും ഞങ്ങളുടെ മക്കൾ എല്ലാവരും മിന്നുന്ന വിജയം കാഴ്ചവെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 3 ഫുൾ A+ഉം 5 9 A+ഉം ഒക്കെ ആയിട്ടാണ് നമ്മുടെ നിലവാരം നിൽക്കുന്നത്. എന്തിനേലും ഞങ്ങൾ വിജയശതമാനം ഫുൾ A+ ഒത്തുകൂടി പ്രതീക്ഷിച്ചിരുന്നു. എന്തിനേലും അടുത്ത വർഷം വരും വർഷങ്ങളിൽ ഇതിനേക്കാൾ കൂടുതൽ വിജയശതമാനം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. കാരണം ഞങ്ങളുടെ അധ്യാപകർ എന്ന് പറഞ്ഞാൽ കുട്ടികളോട് എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് അവരുടെ പോരായ്മകളെയൊക്കെ വളരെ മൈന്യൂട്ടായി കണ്ടെത്തിക്കൊണ്ട് അതിനുവേണ്ട എല്ലാ പ്രോത്സാഹനവും നൽകിക്കൊണ്ടാണ് നമ്മുടെ വിദ്യാർത്ഥികളെ ഈ രീതിയിൽ പാകപ്പെടുത്തി എടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈവനിങ് ക്ലാസ് കൊടുത്തുകൊണ്ടും മറ്റും ആണ് നമ്മുടെ വിജയ നിലവാരം എല്ലാ കുട്ടികളെയും വിജയിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. എന്തിനേലും ഞങ്ങളുടെ വിജയിച്ച എല്ലാ മക്കൾക്കും വിജയാശംസകൾ നൽകുകയാണ്. അതോടൊപ്പം തന്നെ ഗ്രാമീണ ചാനൽ വിജയിച്ച എല്ലാ മക്കൾക്കും വർഷം തോറും നടത്തി വരാറുള്ള അവാർഡ് പുരസ്കാരം ഈ വർഷം നടത്തുന്നതിൽ അറിഞ്ഞതിൽ വളരെ സന്തോഷം. എന്തിനേലും ഇത്തരം അവാർഡുകൾ നൽകുന്നത് വിദ്യാർത്ഥികൾക്കും അതുപോലെ സമൂഹത്തിനൊക്കെ നല്ല ഒരു പ്രചോദനം തന്നെയാണ്. തുടർന്നും അവരുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് കിഷൻ എന്നാണ്. ഞാൻ PGMS GHSS കണ്ടശാങ്കടവ് സ്കൂളിൽ SSLCയിൽ 10+ കൂടി പാസ്സായ വിദ്യാർത്ഥിയാണ്. ടീച്ചർമാരും പേരൻസും എല്ലാവരും എന്നെ നന്നായി സഹായിച്ചു. ഫ്രണ്ട്സിൻ്റെ വകം നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. അപ്പോൾ HMും നന്നായി സപ്പോർട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഗ്രാമീണയുടെ വിദ്യാഭ്യാസ പുരസ്കാരം ഞങ്ങൾക്ക് നൽകുന്നതിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. ഞാൻ ബ്ലെസ്സിയാണ്. കണ്ടശാങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കൂളിലാണ് പഠിക്കുന്നത്. എനിക്ക് ഈ ഉന്നത വിജയം കരസ്ഥമാക്കിയതിൽ സന്തോഷമുണ്ട്. അതിനെ സഹായിച്ച ടീച്ചർമാരോടും സ്കൂളിനോടും അതിയായ നന്ദിയുണ്ട്. എൻ്റെ പേര് സൂര്യതേജ്. ഞാൻ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഇവിടുത്തെ ടീച്ചറിൻ്റെ സപ്പോർട്ടും എല്ലാ ക്ലാസ് ടീച്ചർമാരുടെയും പിന്നെ പ്രിൻസിപ്പളിൻ്റെ സപ്പോർട്ട് കാരണം എനിക്ക് ഉന്നത വിജയം കരസ്ഥമാക്കാൻ പറ്റി. ഞാനിവിടുന്ന് ഫുൾ A+ കൂടി ഇരുന്ന് പാസ്സായ ഗ്രാമീണ വിദ്യാഭ്യാസ പുരസ്കാരം കിട്ടിയതിന് വളരെയധികം നന്ദി ഏർപ്പെടുത്തുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നടുവിൽക്കരയിൽ ക്ഷേത്ര ഭണ്ഡാരത്തിന്റെ പൂട്ടുപൊളിച്ച് മോഷണം.
ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി BKMU പെരിഞ്ഞനം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സ്വന്തം പെൻഷൻ തുക കൊണ്ട് വിദ്യാലയത്തിലെ സ്മാർട്ട് ക്ലാസ് റൂം നവീകരിച്ച് മുൻ പ്രധാന അധ്യാപികയുടെ നന്മ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.